ഹായ് ഫ്രണ്ട്സ്, റാസി കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് BMW ആയിട്ടാണ്. അതായത് എല്ലാവരും തപ്പി നടക്കുന്ന ഒരു വാഹനത്തിൽ പെട്ട ഒരു റിലയബിൾ ആയിട്ടുള്ള ലോ മെയിൻ്റെനൻസ് ആണ് അങ്ങനെയുള്ള ഒരു വാഹനം. അതാണ് BMW 520D ആണത്. അപ്പം റാസി കാർസ് വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് എന്തൊക്കെ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം. മെയിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തൊക്കെയാണ് ഇതിൻ്റെ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ, കൂടുതൽ വീഡിയോയിലേക്ക്, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ മെയിനായിട്ട് എഞ്ചിൻ സ്പെക്ക് കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ചെറിയൊരു ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ വരുന്ന 1995cc ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിനോട് കൂടിയ ടിൻ പവർ ടർബോ ചാർജ്ഡ് എഞ്ചിനാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ B47 എന്ന് പറഞ്ഞുള്ളൊരു വേരിയൻ്റ് ആണ്. അത് 2015 വരെ അതിന് വ്യത്യസ്തമായിട്ട് 2015 ശേഷം കമ്പനി ഇറക്കിയ ന്യൂ ഷേപ്പ് എഞ്ചിനും കൂടിയാണ്. LCI എന്നുള്ള വേരിയൻ്റാണ് B47 എന്ന എഞ്ചിനും. അപാര പവറാണ്, എന്ന നല്ല മൈലേജും. സാധാരണ നമുക്ക് ഇപ്പോൾ പ്രശ്നം വരുന്നത് നല്ല പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വണ്ടികൾക്ക് മൈലേജ് ഷോർട്ട് വരും. ആ ഒരു വിഷയം ഇതിൽ നിന്ന് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, റെക്ടിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹൈവേകളിൽ 18 കിലോമീറ്ററും 18-19 വരെ കിട്ടുന്നുണ്ട്. നോർമൽ ലോക്കൽ ഓട്ടത്തിന് നമുക്ക് 14-15 കിലോമീറ്ററും മൈലേജും കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തം എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയാണ്. പിന്നെ ഇതിൻ്റെ നമുക്ക് വരുന്നത്, ഈ വാഹനം വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലാണ്. 65,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒറിജിനൽ ഗ്ലാസുകളാണ്. അതായത് 16 ഡിസംബറാണ് ലാസ്റ്റ് വേരിയൻ്റ് ആണ്. പിന്നെ അതിന് ശേഷം 17 പുതിയ വേരിയൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ മൊത്തത്തിൽ വണ്ടി മാറിയിട്ടുണ്ട്. ഒരുപാട് എമൗണ്ട് എക്സ്പെൻസും ഉണ്ട് ആ വണ്ടികൾക്ക്. മാത്രമല്ല ഇതിൻ്റെ നമ്മൾ ബോണറ്റ് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് എല്ലാം ഒറിജിനൽ ആണ്. നോ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഉള്ള ഒരു വാഹനം. നല്ല ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ളത്. പിന്നെ BMW അഡാപ്റ്റീവ് LED എന്ന് പറഞ്ഞുള്ളൊരു ടെക്നോളജിയാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. നല്ല രാത്രി തന്നെ നമ്മൾ നോക്കുമ്പോൾ പറ്റാം, നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് വരുന്നതിന്. പിന്നെ അതുപോലെ ബമ്പർ, പിന്നെ ഗ്രില്ലുകളൊക്കെ നല്ല, ഇതിന് കിഡ്നി ഗ്രില്ല് എന്ന് പറയാറുണ്ട്. അപ്പോൾ നല്ല ഗ്രില്ലും കാര്യങ്ങളും നല്ല ഫിനിഷിങ് തന്നെയുള്ളത്. BMW ലോഗോ ഉണ്ട്. നല്ല വൃത്തിയുള്ളൊരു വാഹനം എന്ന് പറയാം. അത് ഒരു സിംഗിൾ ഓണർഷിപ്പ് വാഹനം 65,000 കിലോമീറ്റർ ഓടിയാൽ എത്രത്തോളം ഉണ്ടാവും, അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണുള്ളത്. പിന്നെ അലോയിലൊക്കെ നോക്കുമ്പോൾ നല്ല നീറ്റിലാണുള്ളത്. ടയർ ഭാഗം നമുക്കൊരു 85-90% നമുക്ക് ടയർ ഭാഗങ്ങളും കാണാൻ പറ്റും. അതുപോലെ സൈഡ് പ്രൊഫൈല് കാര്യങ്ങൾ, നമുക്ക് മിററിൽ LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഫോൾഡബിൾ മിററാണ്. പിന്നെ ഇത് ലക്ഷറി ലൈനാണ് വരുന്നത്. അതിൻ്റെ ഒരു ബാഡ്ജിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനമാണ് ഇത് നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം പരിശോധിക്കും ഒന്ന് സ്പീഡ് നമുക്ക് പറഞ്ഞു. നമ്മൾ ഒരുപാട് ഇത്തരം വണ്ടികൾ റിവ്യൂ എടുത്തതാണ്. ഇപ്പോൾ സീറ്റുകളൊക്കെ വരുന്നത് ഇലക്ട്രിക്കലാണ്. സീറ്റുകൾ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുന്നത് ഫുള്ളി ഇലക്ട്രിക്കാണ്. നല്ല ഒരു എന്താ പറയുക, നീറ്റ് ആൻഡ് ക്വാളിറ്റി നമുക്ക് ഇൻറ്റീരിയർ കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. മെയിനായിട്ട് സിംഗിൾ ഓണർഷിപ്പ് ആയതുകൊണ്ട്. അതുപോലെ സ്റ്റെയറിങ് കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് ഒരു പുതിയൊരു വണ്ടി കമ്പനിയിൽ നിന്ന് ഇറക്കുന്നത് എങ്ങനെയാണ് അതുപോലെയുള്ള ഇതിൽ സ്റ്റെയറിങ് കാര്യങ്ങളൊക്കെ ഒരു ഫെയ്ഡോ കാര്യങ്ങളോ ആയിട്ടില്ല. ആകെ 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളല്ലോ. അതിൻ്റെ ഒരു ഗുണം നമുക്ക് ഇതിൻ്റെ അതിൽ ഇൻറ്റീരിയറിൽ നോക്കിയാലും കാണാൻ പറ്റും. അതുപോലെ മെമ്മറി ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പവർ വിൻഡോ, എല്ലാ കാര്യങ്ങളും അതൊക്കെ നോർമൽ ഫീച്ചറാണ്. നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ എടുത്ത് പറയേണ്ട വേറെ ഫീച്ചർ എന്നത് സ്റ്റെയറിങ്ങിൽ പെഡൽ ഷിഫ്റ്റ് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ പറ്റും. മാനുവലായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അതുപോലെ മീറ്ററിൽ ഡിജിറ്റൽ മീറ്റർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡ്രൈവ് മോഡ് 3 ഡ്രൈവ് മോഡ് ഉണ്ട്. സ്പോർട്സ്, എക്കണോമിക് മോഡ്, എക്കോ മോഡ് എന്ന് പറഞ്ഞിട്ട് 3 മോഡുകൾ നമുക്കിതിൽ വരുന്നുണ്ട്. പിന്നെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് AC വെൻ്റ് 4 AC വെൻ്റ് വരുന്നുണ്ട് കോമൺ ആയിട്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇത് മെയിൻ ഫീച്ചറുകൾ പറയുന്നത് ഇതിൻ്റെ സ്ക്രീനിൽ, ഇപ്പോൾ ബെൻസിന്ന് BMW മാറ്റി നിർത്തുന്ന പ്രത്യേക ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഒരുപാട് ഫീച്ചറുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേയിൽ തന്നെ വെഹിക്കിൾ ഇൻഫർമേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരുപാട് പെട്ടെന്ന് 1-2 കാര്യങ്ങൾ നമുക്ക് പറയാം. വെഹിക്കിൾ സ്റ്റാറ്റസിൽ പോയി കഴിഞ്ഞാൽ ഇതിനെന്താ പറയുക, സർവീസിൻ്റെ കാര്യങ്ങൾ, എഞ്ചിൻ ഓയിൽ എപ്പോഴാണ് മാറേണ്ടത്, ബ്രേക്ക് പാഡ് എത്ര ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സർവീസ് റിക്വയർമെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിൻ്റെ സർവീസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അതും ഇതിൽ ഉണ്ട് ഓൾറെഡി. ഇപ്പോൾ 2023, 22, 2018, 17 അങ്ങനെ എല്ലാ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കിപ്പോൾ നിയറസ്റ്റ് സർവീസ് ഇനിയിപ്പം നമ്മൾ ചെയ്തിട്ടാണ് വണ്ടി ഡെലിവറി കൊടുക്കുന്നത് കസ്റ്റമർക്ക്. ഓയിൽ സർവീസിൻ്റെ ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കമ്പനിയിൽ നിന്ന് ചെയ്തിട്ടാണ് ഇനിയിപ്പോൾ ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ടൈം ജസ്റ്റ് ആവുന്നുള്ളൂ. ആവാതെ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഓട്ടമില്ലല്ലോ. പക്ഷേ ഡേറ്റ് കൊണ്ട്, കിലോമീറ്റർ കൊണ്ടല്ല, ഡേറ്റ് കൊണ്ട് സർവീസിനായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കുക. അതുപോലെ ഇവിടെ സിസ്റ്റത്തിന് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞാൽ ഹർമാൻ കാർത്തോൺ സിസ്റ്റമാണ്, മ്യൂസിക് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. അതുപോലെ AC ബട്ടൺ കാര്യം ഒന്നും നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഒരു ഫെയ്ഡോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. അത് ആ കിലോമീറ്ററിൻ്റെ ജെനുവിനിറ്റി നമുക്ക് പറയാൻ പറ്റും 100% എന്നുള്ളതാണ്. കാരണം അത് ഇൻറ്റീരിയറിൽ നമുക്ക് ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും. അതുപോലെ സീറ്റിൻ്റെ കാര്യങ്ങളെല്ലാം. പിന്നെ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട് ഇവിടെ. സൺറൂഫ് ഫസ്റ്റ് ബട്ടണിൽ നമുക്ക് റൂഫിൻ്റെ
കർട്ടൺ നീങ്ങുന്ന ടൈപ്പിലാണ് വരുന്നത്. മെഴ്സഡീസിന് നമുക്ക് കൈകൊണ്ട് നീക്കുന്ന ടൈപ്പാണ് വരിക. ഇതിൽ ഫുള്ള് ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ ഒറ്റ സ്റ്റിച്ചിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചെറിയ സ്റ്റെപ്പ് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പോകത്തേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മൊത്തത്തിൽ ഇൻറ്റീരിയർ നല്ല ക്വാളിറ്റിയിലാണുള്ളത്. പിന്നെ നമുക്കിതിൽ വരുന്നത് ഗൂഗിൾ മാപ്പ് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പം നാവിഗേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിൽ വലിയ മാപ്പായിട്ട് നമുക്ക് ഇതിനെ കൊണ്ട് യൂസ് ചെയ്യാം. ഇതൊക്കെ ഇത് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ. അതുപോലെ സ്ക്രീന് വലിയ സ്ക്രീനാണ് എന്നുള്ളതാണ്. അങ്ങനെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ട് തന്നെയാണ്. നമ്മൾ മെഴ്സഡീസിന് പിറകു സീറ്റാണ് എന്ന് പറയാറുണ്ട് കൂടുതൽ കംഫർട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല കംഫർട്ടിൽ തന്നെ സീറ്റ് ഇരുന്ന് കഴിഞ്ഞാലും അത്യാവശ്യം ഹൈറ്റുള്ള ആൾ ഇരുന്ന് കഴിഞ്ഞാലും നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി ഉണ്ട്. പിന്നെ നമുക്കിവിടെ എക്സ്ട്രാ വരുന്നത് ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ബോക്സും കൊടുത്തിട്ടുണ്ട് കമ്പനി. അതൊക്കെ നോർമലി എല്ലാത്തിനും വരുന്ന ഒരു തന്നെയാണ്. പക്ഷെ നല്ല കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇൻറ്റീരിയർ ആയി കഴിഞ്ഞാൽ സാധാരണ BMW ഇതിങ്ങനെ ടോപ്പ് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു കംപ്ലൈൻറ്റ് പൊതുവേ വരാറുണ്ട്. ഈ വെയിലുള്ളതെടുത്ത് നിർത്തിയിടുമ്പോൾ നമുക്ക് കൂടുതൽ വരുന്നതാണ്. പക്ഷേ ഇതിൽ അതൊന്നുമില്ല. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് റൂഫ്, സീറ്റ് കാര്യങ്ങളെല്ലാം ഉള്ളത്. പിറകുവശം വരച്ച് നോക്കുമ്പോൾ തന്നെ നല്ല ഇപ്പോൾ ഡിക്കാണെങ്കിലും മമ്പറൊക്കെ നല്ല ഓൾ ഒറിജിനൽ പെയിൻറ്റ് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത് കാരണം നമ്മൾ പൊതുവേ വണ്ടികളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ അതിൻ്റെ എൽക്കോമീറ്റർ വെച്ചിട്ട് മെഷീനിൽ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നായി ചെയ്യാൻ നമ്മളെ ഈ തന്നെ മെഷീൻ ഉണ്ട്. നമ്മൾ വെച്ച് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ പിന്നെ ബാക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് 520D എന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ BMW ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല വൃത്തിയാണ്. അതായത് ഇപ്പോൾ ടൈൽ ലാമ്പ് ബോഡിയൊക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ ഒരു പുതിയൊരു വണ്ടി നിങ്ങൾ കമ്പനിയിൽ നിന്ന് എടുക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലത്തെ ക്വാളിറ്റി പെയിൻറ്റിൻ്റെ ക്വാളിറ്റിയും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് റീപെയിൻറ്റ് ചെയ്യുമ്പോൾ എത്ര ചെയ്താലും കമ്പനി ക്വാളിറ്റി എന്തായാലും ഉണ്ടാവില്ല. പക്ഷേ ഇത് നമുക്ക് അത് അറിയാൻ പറ്റുന്നുണ്ട് കമ്പനി പെയിൻ്റ് ആണെന്നുള്ളത്. അതുപോലെ റീപെയിൻറ്റ് കയറിയിട്ടില്ല എന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഗ്ലാസ് കാര്യങ്ങളെല്ലാം ഓൾ ഒറിജിനലാണ്. ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ ക്രോമിയത്തിൻ്റെ ഒരു ബീഡിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സൈലൻസറിൻ്റെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാണാൻ തന്നെ ഒരു അട്രാക്ഷനാണ് ബാക്ക് നമുക്ക് നോക്കുമ്പോഴും ഇതിൻ്റെ ബാക്ക് ഭാഗം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞ് ഒന്നുകൂടി പറയാം. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെറും 65,000 കിലോമീറ്റർ മാത്രം ഓടിയ ഫുള്ളി കമ്പനി സർവീസ് റെക്കോർഡ് കൂടി നോ റീപ്ലേസ് വാഹനമാണ്. ഒരു ഗ്ലാസ് കാര്യങ്ങളോ റീപ്ലേസ് ഇല്ല. മറ്റുള്ള എല്ലാം ഓൾ ഒറിജിനലായിട്ട് വരുന്നൊരു വാഹനം. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാറിംഗ് പെഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട്, നാവിഗേഷൻ ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് ഡ്രൈവ് മോഡുകൾ 3 ഡ്രൈവ് മോഡ് വരുന്നുണ്ട്. പിന്നെ ഇത് LC ആണ്, B47 എഞ്ചിനാണ്, ഇൻലൈൻ 4 സിലിണ്ടർ, മൈലേജ് ഒരു 10-12 കിലോമീറ്റർ നമുക്ക് കിട്ടും ചെയ്യും. ഇതിൻ്റെ വില എന്ന് പറയുന്നത് നമുക്ക് ഒരു നെറ്റ് പ്രൈസാണ് 16.5 ലക്ഷത്തിന് എന്ത് ചെയ്യാം നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാം. 16.5 ലക്ഷം NOCയിൽ നമുക്ക് കൊടുക്കാം. അത് കേരളത്തിലോട്ട് പുറത്തോട്ട് എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് NOC എടുത്തരാം. നിലവിൽ NOC എടുത്തിട്ടില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ ഇഷ്ടപ്പെടുന്നത് പെട്ടെന്ന് തന്നെ വിളിച്ചോളിയും. ഇങ്ങനത്തെ ഒരു ലോ കിലോമീറ്റർ വാഹനം നിങ്ങൾക്ക് കിട്ടാൻ വലിയ പ്രയാസമാണ്. കാരണം ഒക്കെ ഓടിയത് 1,90,000 1 ലക്ഷം പ്ലസ് കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഇപ്പം മാർക്കറ്റിൽ കിട്ടാനുള്ളത്. ഈ 65,000 ഓടിയ ഒരു വണ്ടി പറഞ്ഞാൽ കിട്ടൂല, റയറാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, ക്വാളിറ്റിയിലും ഗ്യാരണ്ടി തരാം. പിന്നെ നിങ്ങൾക്ക് ഒരു ചെക്കിംഗ് വാറണ്ടി ഒക്കെ ഉണ്ടാവും. എഞ്ചിനും ട്രാൻസ്മിഷനൊക്കെ നമ്മൾ ചെക്കിംഗ് വാറണ്ടി ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് സംസാരിച്ചിട്ട് അതിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. അത്രയും ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണത്. അപ്പോൾ താഴെ കാണുന്ന നമ്പർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ നമ്മൾ റാസി കാർസ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇത് വണ്ടികൾ നോക്കുന്ന വണ്ടി ഭ്രാന്തന്മാരിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കും വേണം. അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്തൊരു കിടിലൻ വാഹനവുമായി വരുന്നവരെല്ലാവർക്കും ബൈ, താങ്ക് യു.